തണുത്ത ചന്ദ്രികയുറഞ്ഞ് പച്ചില പടർപ്പിൻ കൂടാരം പതുക്കെ ഓമലാൽ ക്ഷണിക്കുന്നു. നേർത്ത മുരൾച്ചകൾ, സാന്ദ്ര നിമിഷങ്ങൾ, താന്ത ശയനങ്ങൾ, ഇളം കുരുന്നുകൾ ചാടിക്കളിക്കും മർമരം. നമസ്കാരം, എബിൻ സുരേന്ദ്രനാണ്. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പ്രേമേട്ടൻ എനിക്ക് പരിചയപ്പെടുത്തിയ സലിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിന് മുമ്പ് നിൽക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. മറ്റൊന്നുമില്ല, സലിൽകുമാർ ചേട്ടൻ്റെ മകൻ ശിവ സലിൽ ഈ കഴിഞ്ഞ CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഒന്നാം സ്ഥാനം ലഭിച്ച ഐറ്റം എന്ന് പറയുന്നത് പദ്യപാരായണമാണ്. മലയാളം പദ്യപാരായണത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങിയ ആ ഒരു പ്രതിഭയെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നതിനാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ശിവ സലിൽ അദ്ദേഹമാണ്. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അറിയാം. ശിവ, ആ ഒരു യാത്ര, അതായത് കുഞ്ഞുനാൾ മുതലേ സംഗീതം അഭ്യസിച്ചിരുന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന റെസിറ്റേഷനുകളിലൊക്കെ നേരത്തെ പങ്കെടുക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു? ആദ്യം സ്കൂൾ കലോത്സവത്തിന് പ്രൈസ് വാങ്ങിച്ചു. അപ്പോൾ അതിന് ഡിസ്ട്രിക്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടി. ഡിസ്ട്രിക്റ്റിൽ പ്രൈസ് സെക്കൻഡ് പ്ലേസ് കൂടുതലോ സെക്കൻഡ് പ്ലേസ് വാങ്ങിച്ചാൽ സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. സ്റ്റേറ്റിലോട്ട് ഡിസ്ട്രിക്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? ഡിസ്ട്രിക്റ്റിൽ 15 പേരുണ്ടായിരുന്നു മലയാള റെസിറ്റേഷന്. കർണാട്ടിക്കിന് സെയിം റേഞ്ചിൽ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ലെവലിലേക്ക് അവിടെ എത്തിയപ്പോഴോ, സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോൾ? സ്റ്റേറ്റിൽ എത്തിയപ്പോഴത്തേക്ക് മലയാള റെസിറ്റേഷൻ 54 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. കർണാട്ടിക്കിന് 30 സംതിങ്. അപ്പോൾ 54 പേരോട് മത്സരിച്ചാണ് ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചില്ലറക്കാരനല്ല ഞാനിവിടെ എടുത്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്കൂളുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെ, ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെ? ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഭയങ്കര കാര്യം. നിങ്ങൾ എടുത്ത് പറയത്തക്ക ടീച്ചേഴ്സ് ആരെങ്കിലും പേര്? പ്രത്യേകിച്ച് പറയാൻ എൻ്റെ മ്യൂസിക് ടീച്ചർ അശ്വതി ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. ഇപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രകാരം? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. കലാപരമായിട്ടുള്ള ഫാമിലിയാണ്. അച്ഛൻ ഒരു നല്ല സൈൻ ആർട്ടിസ്റ്റ് ആണ്. അച്ഛൻ്റെ കുടുംബപരമ്പരം നോക്കുവാണെങ്കിൽ അച്ഛൻ്റെ 2 ചേട്ടന്മാരിൽ ഒരാൾ സാഹിത്യത്തിൽ നല്ല ആളാണ്. ഇളയ ചേട്ടൻ നല്ല മോട്ടിവേഷൻ സ്പീക്കറാണ്, സിവിൽ സർവീസ് ട്രെയിനറാണ്. അപ്പോൾ സംസ്ഥാന ലെവലിൽ ഒന്നാം സ്ഥാനവും A ഗ്രേഡും കിട്ടുന്ന ചെറിയ കാര്യമില്ല. ഈ ഒരു വലിയൊരു വിജയത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ആരൊക്കെയായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെ? കൂടുതൽ സപ്പോർട്ട് ചെയ്തവർ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥന്മാർ പ്രേംജി സർ, തിത്താനം പ്രേംജി കെ ബാസി സർ, തരങ്കിണി ബാബു സർ, പിന്നെ എൻ്റെ സ്കൂളിലെ അധ്യാപകന്മാർ, പ്രത്യേകിച്ച് അശ്വതി ടീച്ചർ, ഗീതാകുമാരി ടീച്ചർ, പിന്നെ സ്കൂൾ അതോറിറ്റി, എൻ്റെ ക്ലാസ് ടീച്ചർ ദിവ്യ ടീച്ചർ. ഓക്കെ. പ്രിൻസിപ്പൽ അതോറിറ്റി. യെസ്. ഓക്കെ. അതുപോലെ വേറൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ എല്ലാവരുടെയും ജീവിത വിജയത്തിന് പിന്നിൽ അമ്മമാരുടെ ഒരു സപ്പോർട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ അമ്മയുടെ സപ്പോർട്ട് പ്രകാരമാണ്? അമ്മ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനുള്ള തിരുത്തലും ഇതൊക്കെ വരുത്തി നല്ല സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഗീതത്തിന് പഠിപ്പിക്കാനൊക്കെ വിടുന്നതിൻ്റെ പിന്നിലും അമ്മ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അത് മാത്രമല്ല, ശിവയുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനൊരു സിനി ആർട്ടിസ്റ്റ് ആണെന്ന് ശിവ പറഞ്ഞു നിർത്തിയെങ്കിലും അദ്ദേഹം നല്ലൊരു ഗായകനും കൂടിയാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യവും കൂടെ ശിവയ്ക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സിനിമ സീരിയലുകളിലൂടെയൊക്കെ കാണുന്ന സലിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മകനാണ് അദ്ദേഹം. ഞാൻ സലിൽ ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം, പരിചയപ്പെടാം നമുക്ക്. സലിൽ ചേട്ടാ, മകൻ നല്ലൊരു നേട്ടത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുകയാണ്. കാര്യം ചില്ലറ കാര്യമല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അച്ഛനെന്നുള്ള നിലയ്ക്കും ഒരു കലാകാരൻ എന്ന നിലയ്ക്കും പറയാനുള്ളത്? അതിന് കുഞ്ഞുനാളിലെ കുറച്ച് കലാവാസനയുണ്ട്. അങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നതും ശാസ്ത്രീയത്തിലേക്ക് ചുവട് വയ്ക്കുന്നതും ഒക്കെ. പിന്നെ അമ്മയുടെ പൂർണ്ണമായും പ്രബന്ധത്തിലാണ് പദ്യപാരായണത്തിലേക്ക് തിരിഞ്ഞത്. പുള്ളി തന്നെ ആയിരുന്നു എൻ്റെ ഫുൾ ട്രെയിനർ. ഓക്കെ. അത് സുഹൃത്ത് ശിവപ്രസാദ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു 3-4 പാട്ടുകൾ അയച്ചു തന്നു. അതിൽ സെലക്ട് ചെയ്ത ഒരു സംഭവം മൃഗശിക്ഷനാണ്. അത് താഴെ തലം തൊട്ട് കുറച്ചുകൂടെ രാവിലെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴാണ് റിസൾട്ട് ഇങ്ങനെ വലിയ റിസൾട്ടായി മാറുകയും ചെയ്തു. അതെ. അപ്പോൾ ഈ ഒരു കലാകാരനാണ്, അപ്പോൾ സിനി ആർട്ടിസ്റ്റ് ആണ്. അപ്പം മകൻ എന്തുകൊണ്ട് അഭിനയത്തിലേക്ക് കൂടെ കൈപിടിച്ച് നടത്താനുള്ളൊരു ഉദ്ദേശം ഉണ്ടോ? 1-2 തവണ കൊണ്ടുപോയിട്ടുണ്ട്. പരസ്പരം സീരിയലിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടിയായിട്ട്. പിന്നെ ഒരു ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സ്കൂളുകളിലേക്കുണ്ട്. അതും പുള്ളി തന്നെ ചെയ്തിരുന്നു. റിലീസായോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇതുവരെ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അത് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരു വലിയൊരു കലാകുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഈ ഒരു ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കാര്യമല്ലെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മലയാളം റെസിറ്റേഷൻ എന്ന് പറയുമ്പോൾ 54 പേര് പങ്കെടുക്കുമ്പോൾ അത്രയും വലിയൊരു ടൈറ്റ് മത്സരം കൂടിയായിരുന്നു അല്ലേ?
ഇത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചായിരുന്നു കോമൺ ആയിട്ടാണ് പങ്കെടുത്തത്. ഓക്കെ, അപ്പോൾ എനിവേ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചില്ല. ഓക്കെ, താങ്ക് യു ശിവ. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ശിവയുടെ യാത്രയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് കിട്ടിയ ആ ഒരു പദ്യഭാരാണ്, ആ ഒരു പദ്യം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആലപിക്കണം. ഓക്കെ അല്ലേ? ശരി. ഭയമാണങ്ങയെ പുളയുന്ന ചാട്ട മിഴികളിൽ വിരൽ മുനകളിൽ ശിക്ഷാമുറകൾ ആർദ്രമോ ഹൃദയം എങ്കിലും ഇതേറ്റു ചൊല്ലുന്നേ ഭയമാണങ്ങയെ. ശിവ സലിനെ പോലെ ഒത്തിരി കലാകാരന്മാർ ഇനിയും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത്തരത്തിലുള്ള കലാകാരന്മാരുമായി ഞാൻ ഇനിയും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ പ്രോത്സാഹിപ്പിക്കുക, കൂടെ ഉണ്ടാവുക. സോ ദിസ് ഈസ് സൈനിങ് ഓഫ് യുവർ ഓൺ എബിൻ സുരേന്ദ്രൻ. താങ്ക് യു. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓക്കെ. ഇടിമിന്നൽ കോർത്തു പിടയും വേദന അരുത്, തീക്ഷ്ണമാം മിഴികൾ ശാസന പുളയുന്നു, ദേഹമെരിയുമ്പോൾ തോലിലിടിഞ്ഞു താഴുന്നെൻ അഭിമാനം, ശബ്ദമുയരാതുള്ളിൽ ഞാൻ മുരളുന്നിങ്ങനെ ഭയമാണങ്ങയെ.